വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ ഒരു ക്ലാസ്സാണ് നോക്കുന്നത്. മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലൂടെ പോവാം. ചോദ്യം ഇതാണ്: കൂട്ടത്തിൽ പെടാത്തതേത്? കൂട്ടത്തിൽ പെടാത്തതേത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എതിർലിംഗമാണ്. ഒന്നാമത്തേത് കേമൻ, കേമി. കേമൻ എതിർലിംഗം കേമി. അടുത്തത് തടിനി, തടിയൻ. തടിനി, തടിയൻ. 3 അവൻ, അവൾ. 4 ആങ്ങള, പെങ്ങൾ. ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്, അല്ലെങ്കിൽ തെറ്റായി വരുന്ന ജോഡി ഏതെന്നാണ് ചോദ്യം. ഇതിൽ ഉത്തരം വരുന്നത് ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷനാണ്. തടിനി, തടിയൻ എന്നതാണ് ഇതിൽ എന്താണ് കൂട്ടത്തിൽ ചേരാത്തത്. അപ്പോൾ തടിയൻ എന്ന് പറയുന്ന വാക്കിന്റെ എതിർലിംഗം എന്ന് പറയുന്നത് എന്താണ്? തടിനി അല്ല. തടിനി എന്നാൽ എന്താണ്? തടിനി എന്നാൽ നദി എന്നാണ് അർത്ഥം. തടിനി എന്നാൽ നദിയാണ്. എന്നാൽ തടിയൻ എന്ന വാക്കിന്റെ എതിർലിംഗം വരുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ്? തടിച്ചി എന്നാണ്. ഉത്തരം തടിയൻ, തടിച്ചി. അങ്ങനെയാണിത് ശരിയാക്കി വരേണ്ടത്. അപ്പോൾ എതിർലിംഗം ചോദ്യമായിരുന്നു. ബാക്കിയുള്ള കേമൻ, കേമി, അവൻ, അവൾ, ആങ്ങള, പെങ്ങൾ ഇതൊക്കെ എന്താണ് ശരിയായിട്ടുള്ള ജോഡികളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എതിർലിംഗം നോക്കാം. പേശിക്ക് ചോദിച്ചത് മാത്രമേ പറയുന്നുള്ളൂ. 1 വിദ്വാൻ. വിദ്വാൻ. വിദ്വാൻ എതിർലിംഗം എന്താണ്? വിദുഷി. വിദ്വാന്റെ എതിർലിംഗമാണ് വിദുഷി എന്ന് പറയുന്നത്. വിദ്വാൻ, വിദുഷി. അടുത്തത് തമ്പി. തമ്പി എന്ന വാക്കിന്റെ എതിർലിംഗം എന്താണ്? തങ്ക. തമ്പി, തങ്ക. അടുത്ത പേജ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു എതിർലിംഗമാണ് ഇതെന്ന് പറയുന്നത് കവി. കവിയുടെ എതിർലിംഗം എന്താണ്? കവയിത്രി. കവയിത്രി എന്നതാണ് കവിയുടെ എതിർലിംഗം. കവി, കവയിത്രി. അടുത്തത് പ്രഭു. പ്രഭു. പ്രഭു എതിർലിംഗം പ്രഭി. പ്രഭു, പ്രഭി. അടുത്തത് മനീഷി. മനീഷി. മനീഷ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബുദ്ധി എന്നാണ്. മനീഷി എന്ന് പറയുന്നത് ബുദ്ധിയുള്ളവൻ. അപ്പൊ അതിന്റെ എതിർലിംഗം വരുമ്പോൾ മനീഷിണി. മനീഷി, മനീഷിണി. അപ്പൊ ഏതൊക്കെയാണ് നോക്കിയത്? വിദ്വാൻ, വിദുഷി, തമ്പി, തങ്ക, കവി, കവയിത്രി, പ്രഭു, പ്രഭി, മനീഷി, മനീഷിണി. അടുത്തത് ക്ഷത്രിയൻ. ക്ഷത്രിയൻ. ക്ഷത്രിയൻ എതിർലിംഗം ക്ഷത്രിയാണി. ക്ഷത്രിയൻ, ക്ഷത്രിയാണി. ക്ഷത്രിയൻ, ക്ഷത്രിയാണിയാണ്. അടുത്തത് മഹാൻ. മഹാൻ. മഹാൻ എതിർലിംഗം എന്താണ്? മഹതി. മഹാൻ, മഹതി. അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ ഏതായിരുന്നു? എതിർലിംഗത്തിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: തലമുടി എന്ന പദത്തിന് സമാനമായ പദം ഏത്? തലമുടി എന്ന പദത്തിന് സമാനമായ പദം ഏത്? ഓപ്ഷൻ എഴുതിയിട്ടുണ്ട്: കുന്തകം, കുന്തളം, ഇരുളി, നാരായം. ഏതാണ്? കുന്തകം, കുന്തളം, ഇരുളി, നാരായം. ഇതിൽ തലമുടി എന്ന അർത്ഥം വരുന്ന പദം ഏതെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഏതാണ്? കുന്തളം. കുന്തളം എന്ന വാക്കാണ് തലമുടി എന്ന അർത്ഥം വരുന്ന പദം. കുന്തളം. കുന്തളം, തലമുടി. അങ്ങനെയാണെങ്കിൽ തലമുടിക്ക് മറ്റ് ചില പര്യായ പദങ്ങളൂടെ നോക്കിയാലോ? ഏതൊക്കെയാണ് തലമുടിയുടെ മറ്റ് പര്യായ പദങ്ങൾ? വേണി. വേണി എന്നാൽ എന്താണ്? തലമുടിയാണ്. കേശം. കേശം എന്നാൽ എന്താണ്? തലമുടിയാണ്. വേണി, കേശം. ചിഗുരം. ചിഗുരം. വേണി, കേശം, ചിഗുരം, കുന്തളം. ഇതൊക്കെ എന്താണ്? കൂന്തൽ. കൂന്തൽ നമ്മൾ പറയാറുണ്ട്. അപ്പൊ കൂന്തൽ ഇതൊക്കെ എന്താണ്? തലമുടിയുടെ മറ്റ് പര്യായ പദങ്ങളാണ്. ഇനി നമുക്ക് എന്താണ് ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ അർത്ഥം കൂടി നോക്കാം. കുന്തകം. കുന്തകം എന്ന് പറഞ്ഞാൽ എന്താണ്? കുന്തകം എന്നാൽ മുല്ല എന്നാണ്. മുല്ല, മുല്ലപ്പൂവ്. കുന്തകം മുല്ലയാണ്. അങ്ങനെയാണെങ്കിൽ പേശിക്ക് ഇതിന് സമാനമായിട്ട് ചോദിച്ച മറ്റു ചില വാക്കുകൾ കൂടി നമുക്ക് നോക്കാം. ഇപ്പൊ കുന്തകം എന്ന് പറഞ്ഞാൽ മുല്ലയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കന്തുകം എന്താണ്? കന്തുകം. കന്തുകം. കന്തുകം എന്നാൽ എന്താണ്? പന്താണ്. കന്തുകം, പന്ത്. കന്തുകം എന്നാൽ പന്ത് എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ കന്ദരം എന്താണ്? കന്ദരം. കന്ദരം. കന്ദരം എന്നാൽ എന്താണ് അർത്ഥം? കന്ദരം എന്ന് പറഞ്ഞാൽ ഗുഹയാണ്. കന്ദരം, ഗുഹ. ഈ എന്താണെന്ന് ഓർക്കണം. ചന്ദനത്തിന്റെ ഇന്ത. കന്ദരം എന്ന് പറഞ്ഞാൽ ഗുഹയാണ്. അങ്ങനെയാണെങ്കിൽ കന്ധരം. ഈ സന്ധ്യയുടെ ഇന്ത വരുന്ന കന്ധരം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കഴുത്ത് എന്നാണ്. കഴുത്ത്.
അപ്പൊ ഏതൊക്കെയാണ് പറഞ്ഞത്? കുന്തകം. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് കുന്തകമായിരുന്നു. കുന്തകം എന്ന് പറഞ്ഞാൽ മുല്ല എന്നാണ് അർത്ഥം വരുന്നത്. അതുകൊണ്ട് തന്നെ സമാനമായ മറ്റു ചില പദങ്ങളോട് പറഞ്ഞു. കന്തുകം എന്നാൽ പന്ത് എന്നാണ്. അടുത്തത് കന്ധരം എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് അർത്ഥം. പിന്നെ കന്ധരം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുത്ത് എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് പറഞ്ഞത്? കുന്തകം എന്ന് പറഞ്ഞാൽ മുല്ലയാണ്. പിന്നെ കുന്തളം എന്ന് പറയുന്നത് തലമുടിയാണെന്നും പറഞ്ഞു. അടുത്ത ഓപ്ഷൻ എന്താണ്? ഇരുളിയാണ്. ഇരുളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുളി എന്ന് പറഞ്ഞാൽ കരിഞ്ചീരകം എന്നാണ് അർത്ഥം. കരിഞ്ചീരകം. കരിഞ്ചീരകം എന്നാണ് എന്തിൻ്റെ? ഇരുളിയുടെ അർത്ഥം. അല്ലെങ്കിൽ വലിയ ചിലന്തി എന്നും അർത്ഥം വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു പദത്തിന് തന്നെ മറ്റു എന്താണ് ഒന്നിലധികം അർത്ഥങ്ങൾ വരാം. പ്രധാനമായിട്ട് നമുക്ക് എന്താണ്? ഇരുളിയെ കരിഞ്ചീരകം എന്ന് പറയാം. അടുത്ത എന്താണ്? നാരായം. നാരായം എന്താണെന്ന് നമുക്കറിയാം. എഴുത്താണി. നാരായം എഴുത്താണിയാണ്. എഴുത്താണി. എഴുത്തോലയിലേക്ക് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? നാരായം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു. തലമുടി എന്ന പദത്തിന് സമാനമായ പദം ഏത്? ഉത്തരം വരുന്നത് കുന്തളമായിരുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസും അതിന്റെ അർത്ഥമാണ് നമ്മൾ നോക്കിയത്. അതിന് സമാനമായ മറ്റു ചില ചോദ്യങ്ങളൂടെ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. വ്രീള എന്ന പദത്തിന് സമാനമായ പദം ഏത്? വ്രീള എന്ന പദത്തിന് സമാനമായ പദം ഏത്? അല്ലെങ്കിൽ വ്രീള എന്ന അർത്ഥം വരുന്ന പദം ഇതിൽ ഏതെന്നാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ തന്നിരിക്കുന്നത് സമുദ്രം, രക്തം, ലജ്ജ, കിരണം. ഇതിൽ വ്രീള എന്ന പദത്തിന് സമാനമായി വരുന്ന പദം ഏതാണ്? ലജ്ജ. ഉത്തരം ലജ്ജ. അപ്പൊ വ്രീള എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ലജ്ജ എന്നാണ്. അടുത്ത ചോദ്യം, സമീപം എന്ന അർത്ഥം വരുന്ന പദം ഏത്? സമീപം എന്ന അർത്ഥം വരുന്ന പദം ഏത്? വാക്കെല്ലാം ഒരേപോലെയാണ് വായിക്കേണ്ടത്, പക്ഷെ അക്ഷരങ്ങൾ വ്യത്യാസമാണ്. നികടം, നിഘടം, നിഘടം, നികടം. അപ്പൊ ഇതില് സമീപം എന്ന അർത്ഥം വരുന്ന പദം ഏതെന്നാണ് ചോദ്യം. സമീപം എന്ന പദത്തിന് സമാനമായി വരുന്ന പദം ഏത്? നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്ന് ഒന്ന് നോക്കണം. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് ഏതാണ്? നികടം. കായാണ് നികടം. അപ്പൊ നികടം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സമീപം എന്നാണ്. നികടം എന്നാൽ സമീപം. അടുത്ത നോക്കാം. മതം എന്ന പദത്തിന് സമാനമായ പദം ഏത്? മതം എന്ന പദത്തിന് സമാനമായ പദം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ബുദ്ധി, മതം, മദ്യം, ഡംഭം. ഇതില് മതം എന്ന് പറയുന്ന പദത്തിന് സമാനമായ പദം ഏത്? ഉത്തരം വരുന്നത് ഏതാണ്? ഡംഭം. മതം, ഡംഭം എന്താണ്? അഹങ്കാരം എന്ന അർത്ഥം വരുന്ന പദമാണിത് അല്ലേ? അപ്പോൾ മതം എന്ന പദത്തിന് സമാനമായി തന്നിരിക്കുന്നതിൽ ഉള്ളത് ഏതാണ്? ഡംഭമാണ്. മതം, ഡംഭം, അതായത് അഹങ്കാരം എന്ന് പറയാം. അടുത്തത് പൂങ്കുല. പൂങ്കുല എന്ന പദത്തിന് സമാനമായ പദം ഏത്? പൂങ്കുല എന്ന പദത്തിന് സമാനമായ പദം ഏത്? ഓപ്ഷൻസ് മഞ്ജുള, മഞ്ജുഷ, മഞ്ചരി, മഞ്ചീരം. ഇതില് പൂങ്കുല എന്നർത്ഥം വരുന്ന പദം ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഏതാണ്? മഞ്ചരി. പൂങ്കുല എന്നർത്ഥം വരുന്ന പദമാണ് മഞ്ചരി. ഇനി ബാക്കിയുള്ളതിന്റെ അർത്ഥം കൂടി നമുക്കൊന്ന് നോക്കാം. മഞ്ജുള എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ജുള എന്ന് പറഞ്ഞാൽ മനോഹരമായ എന്നാണ് അർത്ഥം. മഞ്ജുള, മനോഹരമായ. മഞ്ജുള മനോഹരമായ എന്നാണ് അർത്ഥം. ഇനി മഞ്ജുഷ. മഞ്ജുഷ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പൂക്കൂട എന്നാണ്. മഞ്ജുഷ എന്ന വാക്കിന്റെ അർത്ഥം പൂക്കൂട. പൂക്കൂട, വലിയ കൂട എന്നാണ് അർത്ഥം. അപ്പൊ മഞ്ജുള എന്ന് പറഞ്ഞാൽ മനോഹരമായ, മഞ്ജുഷ എന്ന് പറഞ്ഞാൽ പൂക്കൂട, മഞ്ചരി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂങ്കുല. ഇനി മഞ്ചീരം എന്ന് പറഞ്ഞാൽ കാൽച്ചിലമ്പാണ്. മഞ്ചീരം, കാൽച്ചിലമ്പ്. മഞ്ചീരം, കാൽച്ചിലമ്പ്. അടുത്ത ചോദ്യം നോക്കാം. പവിഴം. പവിഴം എന്ന പദത്തിന് സമാനമായ പദം ഏത്? രണ്ടെണ്ണം വരും. പവിഴം എന്ന അർത്ഥം വരുന്ന രണ്ട് പദങ്ങൾ ഈ ഓപ്ഷൻസിലുണ്ട്. ഓപ്ഷൻസ് നോക്കാം. പ്രവാളം, സുഭദ്രകം, ഹിരണ്യം, വിദ്രുമം. ഏതൊക്കെയാണ്? പ്രവാളം, സുഭദ്രകം, ഹിരണ്യം, വിദ്രുമം. ഇതില് പവിഴം എന്ന അർത്ഥം വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? രണ്ട് പദങ്ങൾ ഉത്തരമായിട്ട് വരുന്നുണ്ട്. പ്രവാളം, സുഭദ്രകം, ഹിരണ്യം, വിദ്രുമം. അപ്പൊ പവിഴം എന്ന അർത്ഥം വരുന്ന രണ്ട് പദങ്ങളുണ്ട്. ഉത്തരം ഏതൊക്കെയാണ്? പ്രവാളം. പ്രവാളം എന്ന് പറഞ്ഞാൽ എന്താണ്? പവിഴമാണ്. വിദ്രുമം എന്ന് പറഞ്ഞാലും പവിഴമാണ്. അപ്പൊ പ്രവാളം, വിദ്രുമം എന്നീ വാക്കുകളുടെ അർത്ഥം എന്താണ്? പവിഴം എന്നാണ്. ഇനി നമുക്കറിയാം ഹിരണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണമാണ്. ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണമാണ്. സുഭദ്രകം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഭദ്രകം എന്ന് പറഞ്ഞാൽ കൂവളമാണ്. കൂവളം ഒരു മരമാണ് കൂവളം.
അപ്പൊ പവിഴം എന്നർത്ഥം വരുന്ന പദം തന്നിട്ടുള്ളതിൽ ഏതാണ്? പ്രവാളം, പ്രവാളം, വിദ്രുമം. അതിൽ സുഭദ്രകം എന്ന് പറഞ്ഞാൽ കൂവളം, ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം. അപ്പൊ സമാന പദം എന്ന ടോപ്പിക്കിലെ ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ നോക്കിയത്. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഒറ്റപ്പദമാണ് ചോദ്യം. ഒറ്റപ്പദം. സാധനങ്ങൾ വിൽക്കുന്ന ആൾ ഒറ്റപ്പദം ഏതാണ്? സാധനങ്ങൾ വിൽക്കുന്ന ആൾ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ക്രേതാവ്, ദാതാവ്, വിക്രേതാവ്, സവിതാവ്. സാധനങ്ങൾ വിൽക്കുന്ന ആൾ എന്ന അർത്ഥം വരുന്ന പദം ഇതിൽ ഏതാണ്? ക്രേതാവ്, ദാതാവ്, വിക്രേതാവ്, സവിതാവ്. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് ഏതാണ്? സാധനങ്ങൾ വിൽക്കുന്ന ആൾ വിക്രേതാവാണ്. വിക്രേതാവ്. സാധനങ്ങൾ വിൽക്കുന്ന ആൾ വിക്രേതാവ്. ഇനി ഓപ്ഷൻസ് നോക്കാം. ക്രേതാവ്, വില കൊടുത്ത് വാങ്ങിക്കുന്നവനാണ് ക്രേതാവ്. അപ്പൊ ക്രേതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്ങിക്കുന്നവൻ. വാങ്ങിക്കുന്നവൻ ക്രേതാവ്, വിൽക്കുന്നവൻ വിക്രേതാവ്. അപ്പൊ ക്രേതാവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വാങ്ങിക്കുന്നവൻ. ക്രേതാവ് വാങ്ങിക്കുന്നവനാണ്, വിക്രേതാവ് എന്ന് പറയുന്നത് വിൽക്കുന്നവനാണ്. അടുത്ത ഓപ്ഷൻ ആയിരുന്നു ദാതാവ്. ദാതാവ് എന്നാൽ എന്താണ്? ദാതാവ് നൽകുന്നവൻ. ദാതാവ് നൽകുന്നവൻ, ദാനം ചെയ്യുന്നവൻ. ദാതാവ് എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ. അടുത്ത ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് സവിതാവ് എന്നാണ്. സവിതാവ് എന്നാൽ എന്താണ്? സൂര്യനാണ്. സവിതാവ് സൂര്യൻ. സവിതാവ് എന്നാൽ സൂര്യൻ. അപ്പൊ സാധനങ്ങൾ വിൽക്കുന്ന ആൾ ഒറ്റപ്പദം വിക്രേതാവ്, വില കൊടുത്ത് വാങ്ങിക്കുന്നവൻ ക്രേതാവ്, പിന്നെ ദാതാവ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. ദാതാവ് എന്നാൽ നൽകുന്നവൻ എന്നാണ്. പിന്നെ സവിതാവ് എന്നാൽ സൂര്യൻ എന്നാണ് അർത്ഥം. അപ്പൊ കുറച്ച് ഒറ്റപ്പദം നമുക്ക് നോക്കാം. ഒറ്റപ്പദങ്ങളാണ് എഴുതിയിട്ടിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് പറയാം. ആദ്യത്തേത് ആർഷം. ആർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഋഷിയെ സംബന്ധിച്ചത് ആർഷം. ഋഷിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം ആർഷം. എന്നാൽ ഋഷിമാരാൽ പറയപ്പെട്ടത് എന്താണ്? ഋഷിയുടെ വാക്കുകൾ, ഋഷിമാരാൽ പറയപ്പെട്ടത് ഏതാണ്? ഋഷി പ്രോക്തം. ഋഷി പ്രോക്തം. ഋഷി പ്രോക്തം. അപ്പം എന്താണ് പറഞ്ഞത്? ഋഷിയെ സംബന്ധിച്ചത് ആർഷമാണ്. ഋഷിമാരാൽ പറയപ്പെട്ടത് ഋഷി പ്രോക്തം. അടുത്തത് ജൈത്രയാത്ര. ജൈത്രയാത്ര എന്ന ഒറ്റപ്പദം എന്താണ്? വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര. അപ്പൊ ആർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഋഷിയെ സംബന്ധിച്ചത് ആർഷം, ഋഷിമാരാൽ പറയപ്പെട്ടത് എന്നർത്ഥം വരുന്ന പദം ഋഷി പ്രോക്തമാണ്. അടുത്തത് ജൈത്രയാത്ര. നമ്മൾ പറഞ്ഞു എന്താണ് ജൈത്രയാത്ര? വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര. അടുത്ത വാക്ക് ബുഭുക്ഷു. ബുഭുക്ഷു എന്താണ്? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബുഭുക്ഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഒറ്റപ്പദം ബുഭുക്ഷു ആണ്. എന്നാൽ ഭക്ഷിക്കാനുള്ള ആഗ്രഹം എന്താണ്? ബുഭുക്ഷ. ഭക്ഷിക്കാനുള്ള ആഗ്രഹം ബുഭുക്ഷയും, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബുഭുക്ഷു ആണ്. അടുത്തത് ദിദൃക്ഷു. ദിദൃക്ഷു എന്നാൽ എന്താണ്? കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷു. കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷു. എന്നാൽ കാണുവാനുള്ള ആഗ്രഹം ദിദൃക്ഷ. കാണുവാനുള്ള ആഗ്രഹം ദിദൃക്ഷയും, കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷു. അടുത്ത വാക്ക് പിബാസു. പിബാസു എന്നാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിബാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിബാസു. എന്നാൽ കുടിക്കുവാനുള്ള ആഗ്രഹം പിപാസ. കുടിക്കുവാനുള്ള ആഗ്രഹം പിപാസയാണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിബാസു. അടുത്തത് മുമുക്ഷു. എന്താണ് മുമുക്ഷു? മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു. മോക്ഷം ആഗ്രഹിക്കുന്നയാൾ ഒറ്റപ്പദം മുമുക്ഷു. അടുത്തത് പാമരം. പാമരം ഇത് ഒറ്റപ്പദമായിട്ട് പേശി ചോദിച്ചതാണ്. എന്താണ് പാമരം? പായ് കെട്ടാനുള്ള മരമാണ് പാമരം. പായ്. പായ് കെട്ടാനുള്ള മരം പാമരം. എന്താണ് പാമരം എന്ന് പറയുന്നത്? വള്ളത്തിലൊക്കെ അതായത് പായ്ക്കപ്പലൊക്കെ ഉണ്ടല്ലോ, ഒരു തടിയിൽ എന്താണ് പായ് കെട്ടി വെച്ചിരിക്കും. പായ് കെട്ടാനുള്ള മരമാണ് പാമരം. അടുത്തത് ഉൽപ്പതിഷ്ണു. ഉൽപ്പതിഷ്ണു എന്നാൽ എന്താണ്? മാറ്റം ആഗ്രഹിക്കുന്നയാൾ ഒറ്റപ്പദം ഉൽപ്പതിഷ്ണു. മാറ്റം ആഗ്രഹിക്കുന്നയാൾ ഒറ്റപ്പദം എന്താണ്? ഉൽപ്പതിഷ്ണു. അങ്ങനെയാണെങ്കിൽ ഉൽപ്പതിഷ്ണുവിന്റെ വിപരീതം എന്താണ്? ഉൽപ്പതിഷ്ണു എന്ന വാക്കിന്റെ വിപരീതമാണ് യാഥാസ്ഥിതികൻ. യാഥാസ്ഥിതികൻ അതായത് നിലവിലെ മാമൂലുകളെ എന്താണ് അത് മതി എന്ന് പറയുന്നത്, നിലവിലെ സ്ഥിതി മതി എന്ന് പറയുന്നതാണ് യാഥാസ്ഥിതികൻ എന്ന് പറയുന്നത്. എന്നാൽ മാറ്റം ആഗ്രഹിക്കുന്നയാളാണ് ഇത് ഉൽപ്പതിഷ്ണു എന്ന് പറയുന്നത്. അപ്പൊ മാറ്റം ആഗ്രഹിക്കുന്നയാൾ ഒറ്റപ്പദം ഉൽപ്പതിഷ്ണു, വിപരീതം യാഥാസ്ഥിതികൻ. നിലവിലെ സ്ഥിതി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവൻ യാഥാസ്ഥിതികൻ, മാറ്റം ആഗ്രഹിക്കുന്നയാൾ ഉൽപ്പതിഷ്ണു. അടുത്ത വാക്ക് ഫഗ്നാഷൻ.
കൂടാതെ ഹതാശൻ, രണ്ട് വാക്കിനും ഒരേ അർത്ഥമാണുള്ളത്. ഭഗ്നാശൻ അല്ലെങ്കിൽ ഹതാശൻ. ആശ നശിച്ചവനാണ് ഭഗ്നാശൻ അല്ലെങ്കിൽ ഹതാശൻ, രണ്ടും പറയാം. ആശ നശിച്ചവൻ ഒറ്റപ്പദം, ഭഗ്നാശൻ അല്ലെങ്കിൽ ഹതാശൻ. ആശ നശിച്ചവൻ ഭഗ്നാശൻ അല്ലെങ്കിൽ ഹതാശൻ. അടുത്ത വാക്ക് ഉത്തമർണൻ. ഉത്തമർണൻ. ഉത്തമർണൻ എന്നാൽ എന്താണ്? കടം കൊടുത്തവനാണ് ഉത്തമർണൻ. കടം കൊടുത്തവൻ ഉത്തമർണൻ. കടം വാങ്ങിക്കുന്നവൻ ആരാണ്? അധമർണൻ. കടം കൊടുത്തവൻ ഉത്തമർണനും കടം വാങ്ങിക്കുന്നവൻ അധമർണനുമാണ്. ഒറ്റപ്പദമായിട്ട് നമുക്ക് പറയാം. കടം കൊടുത്തവൻ ഒറ്റപ്പദം ഉത്തമർണൻ, കടം വാങ്ങിക്കുന്നവൻ ഒറ്റപ്പദം അധമർണൻ, ഉത്തമർണന്റെ വിപരീതം അധമർണൻ. ഇപ്പൊ ഒറ്റപ്പദമാണ് നോക്കിയത്. ചോദ്യം നമ്മുടെ ഇതായിരുന്നു, എന്ത്? സാധനങ്ങൾ വിൽക്കുന്ന ആൾ ഒറ്റപ്പദം ഏതാണ്? വിക്രേതാവ്. സാധനങ്ങൾ വിൽക്കുന്ന ആൾ വിക്രേതാവ്. അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം ഇതാണ്, ശരി ഏത്? കുറച്ച് വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ രൂപം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. 2 പുസ്തകങ്ങൾ, 2 പുസ്തകങ്ങൾ. അടുത്തത് 4 വരികൾ, 4 വരികൾ. 6 പശുക്കൾ, 3 സ്ത്രീകൾ. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഇത് 4 എണ്ണം ഉണ്ട്. ഇതിൽ 2 എണ്ണം ശരിയാണ്, 2 എണ്ണം തെറ്റാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് നമുക്ക് നോക്കാം. ഉത്തരം വരുന്നത് ഏതാണ്? ശരിയായിട്ടുള്ള ജോഡികളാണ് ചോദിച്ചത്. ശരിയായിട്ടുള്ളത് 6 പശുക്കൾ, 3 സ്ത്രീകൾ. ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? ബഹുവചനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബഹുവചനം? നപുംസക ശബ്ദങ്ങളിൽ എന്താണ് സംഖ്യ വരുമ്പോൾ എന്ത് വേണ്ട? ബഹുവചനം വേണ്ട എന്നതാണ് നമ്മുടെ പറയാനുള്ളത്. എന്താണ് ഉദ്ദേശിച്ചത്? നപുംസക ശബ്ദങ്ങളിൽ സംഖ്യ വരുമ്പോൾ എന്ത് വേണ്ട? ബഹുവചനം വേണ്ട. അതായത് 2 പുസ്തകങ്ങൾ. ഇവിടെ പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? സചേതനമാണോ അചേതനമാണോ? അചേതനമാണ്. അതായത് ജീവനില്ലാത്ത വസ്തുവാണ്. ജീവനില്ലാത്ത വസ്തുക്കളോടൊപ്പം സംഖ്യ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ബഹുവചനം വേണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ 2 പുസ്തകങ്ങൾ എന്നല്ല പറയേണ്ടത്, 2 പുസ്തകം. ഇവിടെ 2 പുസ്തകം എന്ന് മതി. 2 പുസ്തകം, പുസ്തകങ്ങൾ അല്ല. അപ്പൊ പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ജീവൻ ഇല്ലാത്ത വസ്തുക്കളോട് കൂടി സംഖ്യ വരികയാണെങ്കിൽ ബഹുവചനം വേണ്ട. നമ്മൾ നിയമമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? സംഖ്യാവിശേഷണമായ സംഖ്യ വരുന്ന നപുംസക ശബ്ദങ്ങളിൽ ബഹുവചനം വേണ്ട എന്നാണ് പറയുന്നത്. എളുപ്പത്തിൽ നമുക്ക് എന്തെന്ന് പറയാം? ജീവനില്ലാത്ത വസ്തുക്കളുടെ കൂടെ സംഖ്യ വരികയാണെങ്കിൽ ബഹുവചനം വേണ്ട. അപ്പൊ 2 പുസ്തകങ്ങൾ എന്നല്ല പറയേണ്ടത്, 2 പുസ്തകം. അടുത്തതും അതുപോലെ തന്നെയാണ്. 4 വരികൾ. 4 വരികൾ എന്നല്ല. ഇതെന്താണ്? നപുംസക ശബ്ദമാണ്. എന്താണ്? അചേതനമാണ്. അപ്പൊ 4 വരികൾ എന്നല്ല പറയേണ്ടത്, 4 വരി. എന്നാൽ എന്താണ്? നപുംസക ശബ്ദങ്ങൾ അല്ല എങ്കിൽ എന്ത് വേണം? ബഹുവചനം വേണം. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 3 സ്ത്രീകൾ എന്ന് പറഞ്ഞത് എന്താണ്? 3 സ്ത്രീ എന്ന് പറയേണ്ടതില്ല, സ്ത്രീകൾ എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പൊ 3 സ്ത്രീകൾ എന്ന വാക്ക് ശരിയാണ്. 6 പശുക്കൾ എന്ന വാക്കും ശരിയാണ്. 6 പശുക്കൾ അവിടെ എന്താണ്? സചേതനമാണ്, ജീവനുള്ള വസ്തുക്കളാണ് വന്നിരിക്കുന്നത്, അല്ലേ? വസ്തുക്കളല്ല, ജീവനുള്ളവയാണ് വന്നിരിക്കുന്നത്. അപ്പം എന്താണ്? 6 പശുക്കൾ എന്നത് ശരിയാണ്, 3 സ്ത്രീകൾ എന്നതും ശരിയാണ്. ഇനി ജീവനില്ലാത്ത വസ്തുക്കളുടെ കൂടെയാണ് ഈ സംഖ്യ വരുന്നതെങ്കിൽ എന്ത് വേണ്ട? ബഹുവചനം വേണ്ട. ഉദാഹരണം പറയുകയാണെങ്കിൽ 100 തേങ്ങകൾ. 100 തേങ്ങകൾ എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? 100 തേങ്ങകൾ തെറ്റാണ്. 100 തേങ്ങകളല്ല, 100 തേങ്ങ. അതേപോലെ എന്താണ്? 5 നാരങ്ങ. 5 നാരങ്ങ എന്ന് പറയുന്നത് എന്താണ്? ശരിയാണോ തെറ്റാണോ? ശരിയാണ്. 5 നാരങ്ങകൾ എന്നല്ലല്ലോ പറഞ്ഞത്. 5 നാരങ്ങ എന്ന് പറയുന്നത് ശരിയാണ്. ഇനി 10 പുരുഷന്മാർ. 10 പുരുഷന്മാർ. 10 പുരുഷന്മാർ എന്ന് പറയുന്ന വാക്ക് ശരിയാണോ തെറ്റാണോ? 10 പുരുഷന്മാർ ശരിയാണ്. നമ്മൾ പറഞ്ഞു എന്താണ്? നപുംസകമല്ലാത്ത ശബ്ദങ്ങളിൽ എന്ത് വേണം? ബഹുവചനം വേണം. അല്ലെങ്കിൽ ബഹുവചനം വന്നാലും അതെന്താണ്? ശരിയാണ്. അപ്പോൾ 10 പുരുഷന്മാർ എന്ന് പറഞ്ഞാലും 5 സ്ത്രീകൾ എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇനി നപുംസക ശബ്ദങ്ങളിൽ തന്നെ എന്താണ്? സംഖ്യ വരികയാണെങ്കിൽ എന്ത് വേണ്ട? ബഹുവചനം വേണ്ട. പെട്ടെന്ന് ഓർമ്മിക്കാനായിട്ട് ജീവനുള്ള വസ്തുക്കളുടെ കൂടെ സംഖ്യ വരികയാണെങ്കിൽ എന്ത് വേണം? ബഹുവചനം വേണം. എന്നാൽ ജീവനില്ലാത്ത വസ്തുക്കളുടെ കൂടെയാണ് എന്ത് വരുന്നത്? സംഖ്യ വരികയാണെങ്കിൽ എന്ത് വേണ്ട? ബഹുവചനം വേണ്ട. അപ്പൊ അതാണ് ഇവിടുത്തെ തെറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. സന്ധിയാണ് ചോദ്യം. ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? താഴെ തന്നിട്ടുള്ളതിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. കടൽക്കാറ്റ്, ഋഗ്വേദം, തിരുവോണം, കാറ്റുണ്ട്. ഏതൊക്കെയാണ്? കടൽക്കാറ്റ്, ഋഗ്വേദം, തിരുവോണം,
കാറ്റുണ്ട്. ഇതിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം. ആഗമസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം വന്നു ചേരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അക്ഷരം, രണ്ട് അക്ഷരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു അക്ഷരം വന്നു ചേരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ആഗമസന്ധി. ഒന്ന് വന്നു ചേരുന്നു. നമുക്ക് നോക്കാം. ആഗമസന്ധിക്ക് താഴെ തന്നിട്ടുള്ളതിൽ ഉദാഹരണം, ഈ പറഞ്ഞതിൽ ഉദാഹരണം ഏതാണ്? ഉത്തരം ഏതാണ്? തിരുവോണം. തിരുവോണമാണ് ആഗമസന്ധിക്ക് ഉദാഹരണമായിട്ട് നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഉള്ളത്. തിരുവോണം. തിരു പ്ലസ് ഓണമാണ് തിരുവോണം. തിരുവോണം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? തിരു പ്ലസ് ഓണം തിരുവോണം. ഞാൻ പറഞ്ഞു രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ എന്ത് ചെയ്യും? ഒരു വർണ്ണം വന്നു ചേരുമെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? രണ്ട് വർണ്ണങ്ങൾ, ഇവിടെ എന്താണ്? സ്വരമാണ്. രണ്ട് സ്വരങ്ങൾ ചേരുമ്പോൾ യായോ വായോ ആഗമിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? ആഗമസന്ധി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? രണ്ട് സ്വരം ചേർന്നില്ലേ? ഇവിടെ എന്താണ്? രു എന്ന് പറയുമ്പോൾ ഊ എന്ന സ്വരമാണ്. ഇവിടെ ഓ എന്ന് പറയുമ്പോൾ ഓ എന്ന സ്വരം തന്നെയാണ്. അപ്പൊ രണ്ട് സ്വരാക്ഷരങ്ങൾ ചേർന്നപ്പോൾ ഏത് വരാം? യായും വരാം വായും വരാം. അപ്പൊ ഇവിടെ തിരു പ്ലസ് ഓണം എന്തായി മാറും? തിരുവോണമായിട്ട് മാറും. വാ വന്നു, വാ ആഗമിച്ചു. അങ്ങനെയാണ് ഇത് എന്തായി മാറിയത്? ആഗമസന്ധിയായിട്ട് മാറിയത്. അപ്പൊ രണ്ട് സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ യായോ വായോ ആഗമിക്കും, വന്നു ചേരും. അപ്പൊ ഇവിടെ തിരു പ്ലസ് ഓണം തിരുവോണം. വാ എന്താ ചെയ്തു? വാ എന്ന് പറയുന്ന അക്ഷരം ആഗമിച്ചു. അപ്പൊ തിരുവോണമാണ് ആഗമസന്ധി. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. കടൽക്കാറ്റ്. കടൽക്കാറ്റ് എന്ന പദം എങ്ങനെ നമുക്ക് ആദ്യം പിരിച്ചെഴുതാം? കടൽക്കാറ്റ്, കടൽ പ്ലസ് കാറ്റാണ് കടൽക്കാറ്റ്. കടൽ പ്ലസ് കാറ്റ്, കടൽക്കാറ്റ്. എന്ത് മാറ്റമാണ് ഉണ്ടായത്? കടൽക്കാറ്റ്. ഇവിടെ കാ എന്ത് ചെയ്തു? ഇരട്ടിച്ചു. അപ്പൊ എന്ത് സന്ധിയാണത്? ദ്വിത്വസന്ധി. കടൽക്കാറ്റ് എന്ന് പറയുന്നത് ദ്വിത്വസന്ധിയാണ്. കടൽക്കാറ്റ് ദ്വിത്വസന്ധി. ദ്വിത്വസന്ധിയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, അപ്പൊ കടൽക്കാറ്റ് കടൽ പ്ലസ് കാറ്റ് എന്നാണ് പിരിച്ചെഴുതേണ്ടത്. പിരിച്ചെഴുതിയപ്പോൾ എന്താണ് സംഭവിച്ചത്? കാ എന്ന് പറഞ്ഞ അക്ഷരം ചേർത്തെഴുതിയപ്പോൾ ഇക്കായിട്ട് മാറി. ഇരട്ടിപ്പ് വരികയാണെങ്കിൽ, രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുകയാണെങ്കിൽ അത് എന്ത് സന്ധിയാണ്? ദ്വിത്വസന്ധിയാണ്. അടുത്തത് ഋഗ്വേദം. ഋഗ്വേദം എന്ന വാക്ക് പിരിച്ചെഴുതേണ്ടത് എങ്ങനെയാണ്? ഋഗ് പ്ലസ് വേദം. ഋഗ് പ്ലസ് വേദമാണ് ഋഗ്വേദമായിട്ട് മാറുന്നത്. ഇതെന്ത് സന്ധിയാണ്? ആദേശസന്ധി. ആദേശം. ഋഗ് പ്ലസ് വേദം എന്തായി മാറും? ഋഗ്വേദമായിട്ട് മാറും. ആദേശം എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരും. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആദേശസന്ധി. ഇവിടെ എന്താണ്? കാ പോയിട്ട് ഏതക്ഷരം വന്നു ചേരും? ഗാ വന്നു ചേരും. ഋഗ് പ്ലസ് വേദം ഋഗ്വേദമായിട്ട് മാറും. അത് ആദേശസന്ധിയാണ്. അടുത്തത് കാറ്റുണ്ട്. കാറ്റുണ്ട് എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരാം? കാറ്റ് പ്ലസ് ഉണ്ട്. കാറ്റ് പ്ലസ് ഉണ്ട്, കാറ്റുണ്ട്. ഇവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായത്? കാറ്റ് എന്ന് പറയുന്ന കാറ്റിലെ ചന്ദ്രക്കല, അതായത് സമ്പ്രദോകാരം എന്ത് ചെയ്തു പോയി? ലോപിച്ചു പോയി. ലോപസന്ധി. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം കുറഞ്ഞു പോവുകയാണെങ്കിൽ അതെന്താണ്? ലോപസന്ധിയാണ്. ലോപസന്ധി. അപ്പൊ രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം കുറഞ്ഞു പോവുകയാണെങ്കിൽ എന്താണത്? ലോപസന്ധിയാണ്. ഇവിടെ കാറ്റ് പ്ലസ് ഉണ്ട്, കാറ്റുണ്ട്. കാറ്റ് എന്നതിലെ സമ്പ്രദോകാരം എന്ത് ചെയ്തു പോയി? ലോപിച്ചു പോയി. അപ്പൊ കാറ്റ് പ്ലസ് ഉണ്ട്, കാറ്റുണ്ട് എന്നത് ലോപസന്ധിയാണ്. അപ്പൊ നമ്മുടെ ചോദ്യം ആഗമസന്ധി ആയിരുന്നു. ആഗമസന്ധിക്ക് ഉദാഹരണം തന്നിട്ടുള്ളതിൽ ഏതായിരുന്നു? തിരുവോണം. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് ഇതെന്ന് പറയുന്നത് ആഗമസന്ധി. അപ്പൊ ആഗമസന്ധിക്ക് കുറച്ചുകൂടി ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ഇട്ടിട്ടുണ്ട് കരയുള്ള. കരയുള്ള എന്ന വാക്ക്, ഇതെല്ലാം ഒരേ ഇതാണ് വരുന്നത്. അതായത് രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ എന്ത് ചെയ്യും? ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി എന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് സ്വരാക്ഷരങ്ങൾ ചേരുമ്പോൾ, സ്വരം എന്താണ്? നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ രണ്ട് സ്വരം ചേരുമ്പോൾ യായോ വായോ ആഗമിക്കും എന്ന് പറഞ്ഞ ആ മോഡലിലുള്ളതാണ് ഈ പറഞ്ഞത്. അപ്പൊ കരയുള്ള എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ കര പ്ലസ് ഉള്ള. കര പ്ലസ് ഉള്ളയാണ് കരയുള്ള. രണ്ട് സ്വരങ്ങൾ ചേർന്നപ്പോൾ എന്ത് ചെയ്തു? യായോ വായോ ആഗമിക്കും എന്ന് പറഞ്ഞു. ഇവിടെ യാ ആഗമിച്ചു. ഇവിടെ സ്വരം എന്ന് പറയുന്നത് ആയാണ്, കര. രാ എന്ന് പറയുന്നത് ഋ പ്ലസ് ആയാണ് എന്ത് അക്ഷരമായിട്ട് മാറുന്നത്? രാ ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ ഊ ആണ്. അപ്പൊ രണ്ട് സ്വരാക്ഷരങ്ങളാണ്. രണ്ട് സ്വരാക്ഷരങ്ങൾ ചേർന്നപ്പോൾ എന്ത് ചെയ്തു? യാ ആഗമിച്ചു. അപ്പൊ കര പ്ലസ് ഉള്ള, കരയുള്ള. അടുത്തത് തീയാട്ട്. തീയാട്ട് എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരാം? തീ പ്ലസ് ആട്ട്. തീ പ്ലസ് ആട്ട്, തീയാട്ട്. ഇവിടെയും രണ്ട് സ്വരങ്ങൾ ചേർന്നപ്പോൾ എന്ത് ചെയ്തു? യാ ആഗമിച്ചു. തീ പ്ലസ് യാട്ട്, തീയാട്ട്. അടുത്തത് അലയാഴി. അല പ്ലസ് ആഴി, അലയാഴി. അല പ്ലസ് ആഴി, അലയാഴി.
ഇവിടെ എന്ത് ചെയ്തു? യാ ആഗമിച്ചു. അടുത്തത് പൂവമ്പ്. പൂവമ്പ്, പൂ പ്ലസ് അമ്പ്, പൂവമ്പ്. പൂ പ്ലസ് അമ്പാണ് പൂവമ്പ്. എന്ത് ചെയ്തു? ഇവിടെ വാ ആഗമിച്ചു. രണ്ട് സ്വരങ്ങൾ ചേർന്നപ്പോൾ ഊവും പ്ലസ് ആ അല്ലേ, രണ്ട് സ്വരങ്ങൾ ചേർന്നപ്പോൾ ഇവിടെ വാ ആഗമിച്ചു. പൂ പ്ലസ് അമ്പ് പൂവമ്പ്. അടുത്തത് പലവുരു. പലവുരു എന്ന പദം പിരിച്ചെഴുതുമ്പോൾ പല പ്ലസ് ഉരു. പല പ്ലസ് ഉരു ആണ് പലവുരു. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ പറഞ്ഞത്? ഇതെല്ലാം ഏത് സന്ധിയാണ്? ആഗമസന്ധിയാണ്. ഒരു അക്ഷരം എന്ത് ചെയ്തു? വന്നു ചേർന്നു. അതാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. ഇനി സാധാരണ ആഗമസന്ധിക്ക് ചോദിക്കാവുന്ന മറ്റൊരു പദമാണ് അവൻ, അവൾ, അവിടം, ഇവിടമൊക്കെ. അവൻ എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? അവൻ, അവൻ. അവൻ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ആ പ്ലസ് അൻ, ആ പ്ലസ് അൻ ആണ് അവനായിട്ട് മാറുന്നത്. ഇവൻ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം? ഇ പ്ലസ് അൻ, ഇ പ്ലസ് അൻ. അടുത്തത് അവൾ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം? അവൾ, ആ പ്ലസ് അൾ, ആ പ്ലസ് അൾ. ഇവിടെ എല്ലാം വരുന്ന നിയമം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം എന്താണ്? ആഗമസന്ധിയാണ്. ചുട്ടെഴുത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുട്ടെഴുത്തുകൾ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന എഴുത്തുകളെയാണ് ചുട്ടെഴുത്തുകൾ എന്ന് പറയുന്നത്. അതായത് ആ, ഇ, എ, ഇതൊക്കെയാണ് ചുട്ടെഴുത്തെന്ന് പറയുന്നത്. ആ, ഇ, എ എന്നീ അക്ഷരങ്ങളെയാണ് നമ്മൾ ചുട്ടെഴുത്തുകൾ എന്ന് പറയുന്നത്. ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്നു. അത്, ഇത്, ചോദ്യരൂപത്തിൽ ഏത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ ആ, ഇ, എ എന്നിവയെ നമുക്ക് എന്തെന്ന് പറയാം? ചുട്ടെഴുത്തുകൾ എന്ന് പറയാം. അപ്പൊ ചുട്ടെഴുത്തുകൾക്ക് ശേഷം ആ എന്ന് പറയുന്നത് ചുട്ടെഴുത്താണ്, ഈ ചുട്ടെഴുത്താണ്. ചുട്ടെഴുത്തുകൾക്ക് ശേഷം സ്വരം വരികയാണെങ്കിൽ, സ്വരാക്ഷരം വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? വ ആഗമിക്കും, അല്ലെങ്കിൽ എന്താണ്? ആഗമം നടക്കും. അതാണ് എന്ത് പറയുന്നത്? ആഗമസന്ധി. അപ്പൊ ഇവിടെ വരുന്നത് എന്താണ്? ചുട്ടെഴുത്തുകൾക്ക് ശേഷം സ്വരം വന്നാൽ അവിടെ എന്ത് ചെയ്യും? ഒരു അക്ഷരം ആഗമിക്കും, അതായത് വ ആഗമിക്കും. ഇതേപോലെയാണ് വേറൊരു പദം അവിടം. അവിടം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? ആ പ്ലസ് ഇടം, അവിടം. ആ പ്ലസ് ഇടം, അവിടം. ഇവിടം. ഇവിടം പിരിച്ചെഴുതുമ്പോൾ ഇ പ്ലസ് ഇടം, ഇവിടം. ഇപ്പൊ ചുട്ടെഴുത്തുകൾക്ക് പിന്നിൽ സ്വരം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? വ ആഗമിക്കും. അതായത് പിരിച്ചെഴുതാൻ പഠിച്ചാൽ മതി. അവൻ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ആ പ്ലസ് അന്നാണ്. ഇവൻ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ഇ പ്ലസ് അന്നാണ്. അവൾ എന്ന പദം പിരിച്ചെഴുതേണ്ടത് ആ പ്ലസ് അള്ളാണ്. അവിടം, ആ പ്ലസ് ഇടം. ഇവിടം, ഇ പ്ലസ് ഇടം. ഇതാണ് ആഗമസന്ധിയിലെ മറ്റൊരു മോഡൽ എന്ന് പറയുന്നത്. ഇനി സാധാരണ വേറെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യമാണ് പുളിങ്കുരു. പുളിങ്കുരു എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം? പുളിങ്കുരു ഇത് ഏത് സന്ധി എന്ന് ചോദിക്കാം. പുളിങ്കുരു എന്ന സന്ധി എന്താണ്? ആഗമസന്ധിയാണ്. എങ്ങനെയാണ് അത് ആഗമസന്ധി ആയതെന്ന് നോക്കാം. പുളിങ്കുരു എന്ന പദം പിരിച്ചെഴുതേണ്ടത് പുളി പ്ലസ് കുരു. പുളി പ്ലസ് കുരു ആണ് എന്തെന്ന് പറയുന്നത്? പുളിങ്കുരു എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ആഗമമായത്? ഞാൻ പറഞ്ഞു, രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആഗമസന്ധി എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ പുളി പ്ലസ് കുരു. ഇവിടെ പുളി എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉണ്ട്, പുളി എന്നുണ്ട്. കുരു എന്നുള്ള വാക്ക് ഇവിടെ എന്തായി മാറി? ഇങ്കായിട്ട് മാറി. ക എന്ന് പറയുന്ന അക്ഷരം ഇവിടെ ഇങ്കായിട്ട് മാറി. അപ്പൊ ഇങ്ക എന്ന് പറയുന്ന അക്ഷരം എന്തുകൊണ്ടാണ്, എന്തൊക്കെ ചേർന്നിട്ടാണ് ഉണ്ടായത് നമ്മൾ അറിയണം. ഇങ്ക എന്ന് പറഞ്ഞ അക്ഷരം ഉണ്ടായിരിക്കുന്നത് ങായും കായും ചേർന്നിട്ടാണ്. ങ് പ്ലസ് ക, ങായും കായും ചേർന്നിട്ടാണ് ഇങ്ക എന്ന് പറയുന്ന അക്ഷരം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ക ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ വന്നു ചേർന്നത് ഏതാണ്? ങായാണ്. ങായാണ് വന്നു ചേർന്നത്. അപ്പൊ വന്നു ചേർന്നത് കൊണ്ട് ഇവിടുന്ന് ഒന്നും പോയിട്ടില്ല. വന്ന് എന്താണ് പോയാൽ നമുക്ക് എന്തെന്ന് പറയാം? ആദേശസന്ധി എന്ന് പറയാം. ഒരു അക്ഷരം വന്നു ചേരുന്നത് കൊണ്ട് ഇത് ആഗമസന്ധി. ങാ വന്നു ചേർന്നു. അപ്പൊ എന്താണിത്? ആഗമസന്ധി. ഇതേപോലെ വേറൊരു എക്സാമ്പിൾ ആണ് മലമ്പനി. മലമ്പനി. മലമ്പനി എന്ന വാക്ക് നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? മല പ്ലസ് പനി, മലമ്പനി. ഇവിടെ നോക്കുമ്പോൾ മല എന്ന വാക്ക് ഇവിടെ തന്നെ ഉണ്ട്. പനി എന്ന വാക്ക് പാ മാറി ഇവിടെ എന്തായി മാറി? ഇമ്പായി അല്ലേ? ഈ ഇമ്പ എന്ന് പറയുന്ന അക്ഷരം നമുക്ക് എങ്ങനെയാണ് ഉണ്ടായതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇമ്പ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടായിരിക്കുന്നത് മ് പ്ലസ് പായാണ്. മായും പായും കൂടെ ചേർന്നിട്ടാണ് ഇമ്പ ആയത്. അപ്പൊ ഈ പാ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഏത് അക്ഷരമാണ് വന്നു ചേർന്നത്? മാ. മാ എന്ന് പറയുന്ന അക്ഷരം വന്നു ചേർന്നു. അങ്ങനെ ഇതെന്തായി മാറി? ആഗമസന്ധി. ഒന്ന് വന്നു ചേർന്നു, ആഗമസന്ധി. ഇനി വേറൊരു ഉദാഹരണമാണ് പൂന്തോട്ടം. പൂന്തോട്ടം. പൂന്തോട്ടം എന്ന പദം പിരിച്ചെഴുതേണ്ടത് എങ്ങനെയാണ്? പൂ പ്ലസ് തോട്ടം. ഇതെന്താണ്? ആഗമസന്ധിയാണ്. എങ്ങനെയാണ് ആഗമമായത് നോക്കാം. ഇതേപോലെയാണ് പൂന്തോട്ടം. പൂ എന്ന വാക്ക് അതേപോലെ ഉണ്ട്. തോട്ടം എന്നത്
എന്തായി മാറി? അതിൽ എന്താണ് താ എന്ന അക്ഷരം ഇന്തായിട്ട് മാറി. അപ്പൊ ഇന്ത എന്ന് പറയുന്ന അക്ഷരം ഏതൊക്കെ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അറിയണം. നായും തായും ചേർന്നിട്ടാണ് ഉണ്ടായത്. നായും തായും ചേർന്നിട്ടാണ് ഇന്ത എന്ന് പറയുന്ന അക്ഷരം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവിടെ താ എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ വന്നു ചേർന്ന അക്ഷരം ഏതാണ്? നായാണ്. അപ്പൊ നാ വന്നു ചേർന്നത് കൊണ്ട് ഇത് ആഗമസന്ധി. അപ്പൊ ആഗമസന്ധിയിലുള്ള പ്രധാനപ്പെട്ട സാധാരണ ചോദിക്കുന്ന വാക്കുകളാണ് പറഞ്ഞത്. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആഗമസന്ധി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്: പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? താഴെ തന്നിട്ടുള്ളവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ആചാര്യർ, സ്വാമിമാർ, മഹാത്മാർ, അധ്യാപകർ. ഇതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനാർത്ഥം ഒരാളെ സൂചിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഏകവചന രൂപങ്ങളെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ബഹുമാനാർത്ഥം നമ്മൾ ഒരാളെ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പൂജക ബഹുവചനം. പക്ഷെ അത് ഏകവചനമായിരിക്കും. ബഹുവചന രൂപമാണെങ്കിലും അത് എന്തായിരിക്കും? ഏകവചനമായിരിക്കും. അപ്പൊ ഇതിൽ പൂജക ബഹുവചനമായിട്ട് പറയാൻ പറ്റുന്നത് ഏതാണ്? ആചാര്യർ. ആചാര്യറാണ് പൂജക ബഹുവചനം. അപ്പൊ ബഹുവചനം പ്രധാനമായിട്ടും നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ബഹുവചനം മൂന്ന് തരത്തിലുണ്ട്: അലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. ഏതൊക്കെയാണ്? അലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം, സലിംഗം. പിന്നെ ഏതാണ്? പൂജക ബഹുവചനം. ഇതിൽ അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ പുരുഷന്മാർ എന്താണ് ഉൾപ്പെടുന്ന, സ്ത്രീ പുരുഷ നപുംസക ശബ്ദങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഏതെന്ന് പറയുന്നത്? അലിംഗ ബഹുവചനം. അതായത് ഇത്ര ആലോചിച്ചാൽ മതി: സ്ത്രീയും പുരുഷനും ഉണ്ട് എന്ന്. അതിനകത്ത് സ്ത്രീയും ഉൾപ്പെടും, പുരുഷനും ഉൾപ്പെടും. സ്ത്രീയാണോ പുരുഷനാണോ നമുക്ക് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. ആ വാക്ക് കാണുകയാണെങ്കിൽ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കില്ല. അതാണ് അലിംഗ ബഹുവചനം. ഇനി എന്താണ്? സ്ത്രീയെയോ പുരുഷനെയോ അല്ലെങ്കിൽ നപുംസക ശബ്ദത്തെയോ വേർതിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് സലിംഗ ബഹുവചനം. അപ്പൊ സ്ത്രീ പുരുഷ നപുംസക ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഏതാണ്? സലിംഗ ബഹുവചനം. സ്ത്രീ പുരുഷ നപുംസക ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്തത് അലിംഗ ബഹുവചനം. അതിൽ എന്താണ്? ഈ പറഞ്ഞ വിഭാഗങ്ങളെല്ലാം ഉൾച്ചേർന്നിരിക്കും. ഇനി പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ് പൂജക ബഹുവചനം. അത് ഏകവചന രൂപമായിരിക്കും. ആചാര്യർ എന്ന് പറയുന്നത് എന്താണ്? പൂജക ബഹുവചനമാണ്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് പൂജക ബഹുവചനം പറഞ്ഞു തരാം. അതിനു മുമ്പ് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻസ് അടുത്തത് സ്വാമിമാർ എന്നായിരുന്നു. സ്വാമിമാർ എന്ന് പറയുന്നത് എന്താണ്? സലിംഗ ബഹുവചനമാണ്. സ്വാമിമാർ എന്താണ്? സ്വാമികളുടെ ബഹുവചനമാണ് സ്വാമിമാർ. അതപ്പോൾ ഏതിൽ വരുന്നു? അത് സലിംഗമാണ്. സ്വാമിമാർ എന്ന് പറയുന്നത് സലിംഗം. എന്നാൽ ഈ സ്വാമിമാർ എന്നതിനെ എന്താക്കി മാറ്റാം? പൂജക ബഹുവചനമാക്കി മാറ്റാം. അതെങ്ങനെയാണ്? സ്വാമികൾ. അപ്പൊ സ്വാമികൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? പൂജകമാണ്. സ്വാമിയെ ബഹുമാനാർത്ഥം നമ്മൾ പറയുന്നത് സ്വാമികൾ എന്നാണ്. അടുത്ത ഓപ്ഷൻ മഹാത്മാർ എന്നാണ്. മഹാത്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുവചനമാണ്. എന്ത് ബഹുവചനമാണ്? സലിംഗ ബഹുവചനം. മഹാത്മാർ എന്താണ്? മഹാന്മാരായ ആൾക്കാർ ഒരുപാട് പേരുണ്ട് എന്നുള്ള അർത്ഥമാണ് മഹാന്മാർ. ബഹുവചനമായിട്ട് പറയുമ്പോൾ മഹാന്മാർ എന്ന് പറയും. അപ്പൊ അത് സലിംഗമാണ്. സലിംഗം. അടുത്തത് അധ്യാപകർ. അധ്യാപകർ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞു സ്ത്രീ പുരുഷ നപുംസക ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് എന്തെന്ന് പറയുന്നത്? അലിംഗ ബഹുവചനം. ഇവിടെ അധ്യാപകനാണോ അധ്യാപികയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർ രണ്ട് വിഭാഗങ്ങളും എന്താണ് ഉൾച്ചേർന്നിരിക്കുന്നു. അപ്പോൾ അധ്യാപകർ എന്ന് പറയുന്ന ശബ്ദം ഏതാണ്? അലിംഗ ബഹുവചനമാണ്. അലിംഗം. സ്ത്രീ പുരുഷന്മാരാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. അധ്യാപകനാണോ അധ്യാപികയാണോ എന്ന് സാധിക്കുന്നില്ല. അപ്പൊ അതെന്താണ്? അലിംഗ ബഹുവചനം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പൂജക ബഹുവചനം കൂടി പറയാം. സ്വാമികൾ പൂജക ബഹുവചനമാണ്. വൈദ്യർ എന്നാൽ പൂജക ബഹുവചനമാണ്. തമ്പ്രാക്കൾ എന്നാൽ പൂജക ബഹുവചനമാണ്. തിരുവടികൾ എന്നാൽ പൂജക ബഹുവചനമാണ്. ഭട്ടർ എന്നാൽ പൂജക ബഹുവചനം. ഭീക്ഷ്മർ, ദ്രോണർ, ഈ വാക്കുകളെല്ലാം എന്താണ്? പൂജക ബഹുവചനത്തെ കുറിക്കുന്നതാണ്. ഇനി നമ്മൾ ഒരാളെ സംബോധന ചെയ്ത് പറയുന്നതാണ് താങ്കൾ. അപ്പൊ താങ്കൾ എന്ന പദം എന്താണ്? താങ്കൾ എന്ന പദം എന്താണ്? പൂജക ബഹുവചനമാണ്. പൂജക എന്താണ്? താങ്കൾ. പൂജകം ബഹുമാനാർത്ഥം നമ്മൾ പറയുന്നതാണ് താങ്കൾ എന്ന് പറയുന്നത്. അപ്പൊ അതും PSC ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. അപ്പൊ താങ്കൾ എന്ന് പറയുന്നതും എന്താണ്? പൂജക ബഹുവചനമാണ്. അതേപോലെ മാരാർ എന്ന് പറയുന്നതും എന്താണ്?
പൂജക ബഹുവചനമാണ്. അതുകൂടാതെ നമ്മൾ അവർ എന്ന് പറയുന്നത് ബഹുവചനമാണെന്ന് അറിയാം. എന്നാൽ അവർകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂജക ബഹുവചനമാണ്. അവർകൾ എന്ന് പറഞ്ഞാൽ പൂജക ബഹുവചനം. ഓർക്കേണ്ട കാര്യം, പൂജക ബഹുവചനം എന്ന് പറയുന്നത് എന്താണ്? ഏകവചനമായിരിക്കും, അർത്ഥത്തിൽ ഏകവചനമായിരിക്കും. വൈദ്യർ എന്ന് പറയുമ്പോൾ എന്താണ്? വൈദ്യന്മാർ അല്ല, ഒരുപാട് വൈദ്യന്മാർ എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്, ഏകവചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ബഹുമാനാർത്ഥം നമ്മൾ പറയുമ്പോൾ എന്താണ്? ബഹുവചന രൂപം ചിലപ്പോൾ തോന്നിയേക്കാം, എന്നാൽ ഇതെന്താണ്? ഏകവചനമാണ്. സ്വാമികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്. തമ്പ്രാക്കൾ, തിരുവടികൾ, ഭട്ടർ, ഭീഷ്മർ, ദ്രോണർ, മാരാർ, അവർകൾ, ഇതെല്ലാം ഒരാളെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പൂജക ബഹുവചനങ്ങൾ ഏകവചനങ്ങളായിരിക്കും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്.